വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ശിക്ഷാവിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രിയ, ഈ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഇത് IPC 302 വകുപ്പ് പ്രകാരം അത് കൊലക്കുറ്റമാണ്. കൊലക്കുറ്റത്തിനാണ് കോടതി ജീവപര്യന്തം ശിക്ഷ പ്രഖ്യാപിച്ചത്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രത്യേകം ശിക്ഷയും കോടതി പ്രഖ്യാപിച്ചു. അത് IPC 201 എന്ന് വെച്ചാൽ തെളിവ് നശിപ്പിക്കൽ കുറ്റമാണ്. അതിന് 5 കൊല്ലം തടവും 10,000 രൂപ പിഴയും. IPC 328 എന്ന് പറഞ്ഞാൽ മദ്യം നൽകലാണ്. കുട്ടിക്ക് കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ കുഞ്ഞിന് മദ്യം നൽകി എന്നുള്ളതാണ് ആ കുറ്റം. അതിന് 10 കൊല്ലം തടവും 25,000 രൂപ പിഴയുമുണ്ട്. ഇതുകൂടാതെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 77, 75 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് JJ ആക്ട് 77 പ്രകാരം അത് ഈ മദ്യം നൽകൽ, കുഞ്ഞിനെ മദ്യം നൽകിയുള്ള ക്രൂരത എന്നുള്ളതാണ്. അതിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും. ഒപ്പം കുഞ്ഞിനോടുള്ള ക്രൂരത എന്ന നിലയിൽ JJ ആക്ട് 75 പ്രകാരം 10 കൊല്ലം തടവും 25,000 രൂപ പിഴയും ആണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ജീവപര്യന്തം കൂടാതെയുള്ള മറ്റ് തടവ് ശിക്ഷ കണക്കിലെടുത്താൽ ആകെ 28 വർഷം തടവും എല്ലാം ചേർത്ത് 1,70,70,000 രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം കൂടാതെയുള്ള പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവാണ്. ആദ്യം 10 വർഷം തടവ് അനുഭവിക്കുക, അതിനുശേഷം ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പുറമെയാണ് 1,70,70,000 രൂപ പിഴയൊടുക്കണം എന്ന വിധിയും വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ പിഴത്തുകയിൽ നിന്ന് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകണം എന്നും കോടതി ഈ ഉത്തരവിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ കേസിൽ ഈ പ്രത്യേക കോടതി, അതായത് കുട്ടികൾക്കെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി സനു മോഹൻ, ഈ കുഞ്ഞിൻ്റെ പിതാവായ സനു മോഹൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. എന്ന് മാത്രമല്ല, ഇയാൾക്കെതിരെ ചുമത്തിയ മുഴുവൻ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കും എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകൽ, കുട്ടികളോടുള്ള ക്രൂരത തുടങ്ങി സനുമോഹനെതിരെ ചുമത്തിയ മുഴുവൻ വകുപ്പുകൾ നിലനിൽക്കും എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിനുശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായ ഒരു വാദം കോടതിയിലുണ്ടായി. അതിൽ പരമാവധി ശിക്ഷ നൽകണം, പ്രത്യേകിച്ച് വധശിക്ഷയടക്കം നൽകണം, ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കാണണം എന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചു. എന്നാൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അപൂർവമല്ല, ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. അത്തരത്തിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി ഉച്ചയ്ക്ക് 2:30 പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ പ്രഖ്യാപിച്ചത്. അതുകൂടാതെ വിവിധ വകുപ്പുകളായി 28 വർഷം തടവും എല്ലാം ചേർത്ത് 1,70,70,000 രൂപ പിഴ ശിക്ഷയും കോടതി വിധിച്ചു. ശരി.